അപ്പോഴും പ്രിയ ആണെങ്കിൽ അവിടെ കിടന്നിരുത്തൊരു മീശിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽപ്പുണ്ട്. നീ എന്തിനാ എപ്പോഴും റൂമിൽ തന്നെ നിൽക്കുന്നത്? താഴേക്ക് ചെല്ലാൻ വയ്യ നിനക്ക്? അവിടെ എല്ലാവരും ഇല്ലേ? അവൻ ചോദിച്ചു. അമ്പലത്തിൽ പോകണമെന്ന് അമ്മ പറഞ്ഞു. അത് പറയാൻ വന്നതാ ഞാൻ. ആ സമയത്താണ് ഫോൺ റിങ് ചെയ്തത്. ഏട്ടൻ ഉറക്കമാകും എന്ന് കരുതി, അതുകൊണ്ടാണ് എടുത്തു നോക്കിയേ. സോറി. അവൻ്റെ മറുപടി കേൾക്കാതെ ഇതും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രിയ വീണ്ടും റൂമിലേക്ക് വന്നു. മുമ്പത്തേക്കാൾ പേടിയോടെ. നിരഞ്ജൻ ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയായിരുന്നു. ഓ ശല്യം, ഇയാൾക്ക് എന്തോ വേണ്ടത്? പിറുപിറുത്തുകൊണ്ട് അവൻ പ്രിയയെ നോക്കി. ഏട്ടാ, അമ്മ വിളിക്കുന്നുണ്ട് ഏട്ടനെ. ഒന്ന് താഴേക്ക് ഇറങ്ങി വരാൻ, എന്തോ അത്യാവശ്യമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ നിരഞ്ജൻ വേഗം തന്നെ മുറിയിൽ നിന്നു പോയി. ഏട്ട എന്നുള്ള അവളുടെ വിളി കേൾക്കാൻ വല്ലാത്തൊരു സുഖമാണല്ലോ എന്ന് അവൻ ഓർത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നത്. അവൻ പോയ തക്കത്തിന് പ്രിയ വേഗം അലമാര തുറന്നു. എന്നിട്ട് അതിൽ നിന്നും ഒരു ഓറഞ്ച് നിറത്തിൻ്റെ കറവുള്ള സെറ്റ് മുണ്ടും എടുത്തു. ബ്ലൗസും പാവാടയും ഒക്കെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാം എടുത്തുകൊണ്ട് അവർ ഡ്രസ്സിംഗ് റൂമിലേക്ക് പാഞ്ഞു. വേഗത്തിൽ തന്നെ ഞൊറി എടുത്തുകൊണ്ട് വൃത്തിയായിട്ട് അത് എടുത്തു. ഏട്ടത്തി റെഡിയായി. ഇപ്പം വരാട്ടോ, ഒരു 5 മിനിറ്റോടെ ദേവിക വിളിച്ചപ്പോൾ അവൾ പുറത്തേക്ക് വന്നു. ഏട്ടൻ്റെ ഭാഗ്യമാണ് ഏട്ടത്തി എന്നവൾ ഓർത്തു. എന്ത് മിടുക്കിയാണ് കാണാൻ. ഒരു പനിനീർപ്പൂ പോലെ മനോഹരി. വിടർന്ന കണ്ണുകൾ കാണാൻ എന്തൊരു അഴകാണ്. ചന്ദനത്തിൻ്റെ നിറമാണ് ഏട്ടത്തിക്ക്. മുഖത്തൊരു പാട് പോലുമില്ല. കവിളൊക്കെ ചുവന്ന് തുടുത്താണ് എപ്പോഴും. വെണ്ണക്കൽ ശില്പം ആണ് ഏട്ടത്തി. ഈ വേഷമാണെങ്കിൽ ഏട്ടത്തിയുടെ സൗന്ദര്യം എടുത്തറിയിക്കുകയാണ്. അവൾ നോക്കി നിന്നപ്പോൾ പ്രിയക്ക് അല്പം ജാള്യത പോലെ തോന്നി. എന്താണ് കുട്ടി ഇങ്ങനെ നോക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. എൻ്റെ ഏട്ടത്തിയെ കാണാൻ എന്ത് സൗന്ദര്യമാണ് എന്ന് ഓർത്തുപോയത്. അയ്യോ, ഇന്നെ കളിയാക്കുകയാണല്ലോ. യോ, സത്യമായിട്ടും അല്ലെന്നേ, സുന്ദരിയായ ശരിക്കും. ഈ ദേവിക കുട്ടിയും എത്രയും മോശമൊന്നും അല്ലല്ലോ കേട്ടോ, സുന്ദരി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ദേവികയുടെ കവിളിൽ പിടിച്ചു. ഏട്ടത്തി മോഡേൺ ഡ്രസ്സൊന്നും ഇടത്തില്ലേ? ഹേയ് ഇല്ല, എനിക്കതൊന്നും ഇഷ്ടമില്ല. മറ്റുള്ള കുട്ടികൾ ഇടുന്നത് കാണാൻ ഒക്കെ ഇഷ്ടമാണ്. നിങ്ങൾ ഹണിമൂണിന് പാരീസിൽ പോകുമ്പോൾ ഏട്ടത്തി അടിപൊളി ഡ്രസ്സ് ഇടണം കേട്ടോ. 3/4 സ്ലീവ്ലെസ്സും ഒക്കെ ആവും കംഫർട്ടാകുന്നത്. ദേവു അങ്ങനെ പറഞ്ഞ പ്രിയ വാ പൊളിച്ചു നിന്നു പോയി. ദേവു ആണെങ്കിൽ അതൊന്നും സങ്കല്പിച്ചു നോക്കി. ഏട്ടൻ്റെ കൈ പിടിച്ച് നിൽക്കുന്ന ഏട്ടത്തി അടിപൊളി ഒരു ഷോർട്ട് ടോപ്പും ജീനും ഒക്കെ ഇട്ട് സൂപ്പറാണ് എന്ന് അവൾ ഓർത്തു. ദേവു വരുന്നില്ലേ? ആ കുട്ടി റെഡിയായോ? താഴെ നിന്ന് ആരോ വിളിച്ചു. ഏട്ടത്തി വരൂ, നേരം കളയാതെ അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുട്ടോ. അവൾ വിളിച്ചപ്പോൾ പ്രിയയും കൂടെ പോയി. പ്രിയ ഇറങ്ങി വന്നപ്പോൾ അരുന്ധതിയും ഭാമയും ഒക്കെ നോക്കിയപടി നിന്നു പോയിട്ട് വാ മോളെ. അവളുടെ നെറുകയിൽ മുത്തം നൽകിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അരുന്ധതി പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരി തൂകി. ദേവികയാണ് പ്രിയക്ക് മുമ്പിലെ ഡോർ തുറന്നു കൊടുത്തത്. അങ്ങനെ 2 പേരും കൂടി കൃഷ്ണകോവിലിൽ പോയി. പോയ വഴിക്കൊന്നും 2 പേരും പരസ്പരം ഒരു വാക്കുപോലും സംസാരിച്ചില്ല. പ്രിയക്ക് സങ്കടം തോന്നി. എങ്കിലും അവൾ എല്ലാം ഉള്ളിൽ ഒതുക്കിയിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് അമ്പലത്തിൽ പോയി. 2 പേരും തൊഴുതു. അത്യാവശ്യം ആൾ തിരക്കുള്ള വലിയൊരു അമ്പലമായിരുന്നു അത്. കൃഷ്ണപ്രിയയെ എല്ലാവരും ശ്രദ്ധിക്കുന്ന നിരഞ്ജൻ കണ്ടു. ഒരു നോക്ക് കണ്ടവർ വീണ്ടും വീണ്ടും അവളെ മുഖം ഉയർത്തി നോക്കുകയാണ്. ചിലരൊക്കെ തങ്ങളെ നോക്കി അടക്കം പറയുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ അപ്പോൾ സന്തോഷം തോന്നിയിരുന്നു. ഏതൊരു പുരുഷനും അഭിമാനം തോന്നുന്ന നിമിഷം ആയിരുന്നത്. കാരണം അവനും അറിയാം കൃഷ്ണപ്രിയ ഏറെ സുന്ദരിയാണെന്ന്. പക്ഷേ തിരുമേനി തീർത്ഥവും പ്രസാദവും നൽകി. മോളെ, ഇത് നിരഞ്ജനെ തടവിക്കൂ. തിരുമേനി പറഞ്ഞതും അവളുടെ ഉള്ളൊന്ന് കിടങ്ങി. എന്നിട്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ നിരഞ്ജൻ്റെ അനുവാദം പോലും കൂടാതെ അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. പക്ഷേ ആ കൈകൾ വിറകൊണ്ടിരുന്നു. അപ്പോൾ അത് നിരഞ്ജന് മനസ്സിലാക്കുകയും ചെയ്തു. അവൻ്റെ സോസയിൽ നിന്നും ചുടുനീശം അവളുടെ കൈവെള്ളയിൽ തട്ടിയതും അവൾ ഒരു വേള അവനെ മുഖം ഉയർത്തി നോക്കി. പെട്ടെന്ന് ഇലച്ചിന്തിലെ ഭസ്മം കൂടി അവനെ തൊടുവിച്ചു. അവളുടെ കൈക്കപ്പോൾ പനിനീരിൻ്റെയും ചന്ദനത്തിൻ്റെയും ത്രസിപ്പിക്കുന്ന സുഗന്ധം ആയിരുന്നു എന്ന് അവന് തോന്നി. നിരഞ്ജൻ ശരിക്കും ചന്ദനം തൊടുവിക്കും എന്ന് പ്രിയ ഓർത്തു. എങ്കിലും അതൊന്നും ഉണ്ടായില്ല. തൊഴുതു കഴിഞ്ഞ് 2 പേരും കൂടി കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. ഏട്ടന് എന്നെ വിവാഹം കഴിക്കുവാൻ അല്പം പോലും താല്പര്യം ഇല്ലായിരുന്നോ എന്ന് കൃഷ്ണപ്രിയയുടെ ചോദ്യത്തിന് മുമ്പിൽ നിരഞ്ജൻ ഒന്ന് പകച്ചു. എന്നാലും അവൾക്ക് മറുപടി കൊടുത്തേ തീരൂ. ഇല്ലെങ്കിൽ ഈ പാവത്തിനോട് ചെയ്യുന്ന ക്രൂരതാവും അത്. എൻ്റെ സമ്മതത്തോടെ അല്ല എല്ലാവരും വന്ന് വാക്ക് പറഞ്ഞത്. ഞാൻ അറിഞ്ഞതുപോലും ഇല്ല വിവാഹത്തിൻ്റെ കാര്യം. ഒക്കെ അമ്മയാണ് തീരുമാനിച്ചത്. നിരഞ്ജൻ മറ്റൊന്നും ആലോചിക്കാതെ മറുപടി കൊടുത്തു. കേട്ടത് വിശ്വസിക്കാനാവാതെ തിരിച്ചു നിൽക്കുകയാണ് പ്രിയ. ഈശ്വര, അപ്പോൾ അമ്മ ആയിരുന്നു എല്ലാം പ്ലാൻ ചെയ്തത്. തന്നെ ഇവർ എല്ലാവരും ചേർന്ന് കുരുക്കും. ഒരിക്കൽ ചാടിച്ചോ എൻ്റെ കൃഷ്ണ. അവൾക്ക് മിഴികൾ നിറഞ്ഞു തോവി. അതരം വിറകൊണ്ടു. നെഞ്ചകം പൊട്ടിപ്പോകും പോലെ തോന്നി. ഇത്ര കാലം താൻ അനുഭവിച്ച വേദനയേക്കാൾ 10 മടങ്ങാണോ ഇനിയും വീണ്ടും നീ എനിക്ക് വെച്ച് നീട്ടിയത് കണ്ണ? അവളുടെ ഉള്ളം അലമുറയിട്ടു. ഏട്ടൻ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത്? ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് എന്തിനാ സമ്മതിച്ചത്? വെറുതെ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്? അവൾ ശാന്തമായി വീണ്ടും അവനോട് ചോദിച്ചു. കൃഷ്ണപ്രിയ, വിഷമിക്കരുത്. എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് തന്നോട്. എല്ലാം കേട്ടു കഴിഞ്ഞു താൻ എന്നോട് ക്ഷമിക്കും എന്ന് എനിക്കറിയാം. ഇതൊന്നും തന്നോട് മുന്നേ പറഞ്ഞത് എൻ്റെ തെറ്റാണ്. പക്ഷേ സംഭവിച്ചു പോയടോ. സോറി, നിരഞ്ജൻ പറഞ്ഞു തുടങ്ങി.
അവൾ മിടിക്കുന്ന ഹൃദയവും പേറി ആകാംക്ഷയോടെ അവനെ നോക്കി. എന്താണ് ഇനി എന്നോട് പറയാൻ പോകുന്നത്? ഈശ്വര, അതൊക്കെ സഹിക്കാൻ ഉള്ള ത്രാണി എനിക്ക് നൽകണേ. അവൾ മൂകമായി കേണു. അപ്പോഴും അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി വന്നു. കൃഷ്ണപ്രിയെ, എനിക്ക് ചില കടമകൾ ചെയ്തു തീർക്കുവാനുണ്ട്. എൻ്റെ മാത്രം മനസ്സിൽ വിചാരിച്ച ഒരു പെൺകുട്ടി കഴിയുന്നുണ്ട്. അവളുടെ ഊണിലും ഉറക്കത്തിലും ഈ നിരഞ്ജൻ മേനോൻ മാത്രം ഉള്ളൂ. അവൾക്ക് ആകെ ഉള്ളത് ഇന്നീ ലോകത്തിൽ ഞാൻ മാത്രമാണ്. എല്ലാത്തിനും ഉപരിയായി അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് പ്രിയ. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ മറ്റൊരു പെൺകുട്ടിയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയില്ല. കൃഷ്ണപ്രിയ, ഈ വിവാഹം വേണ്ട എന്ന് 1000 ആവർത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആരും ചെവി കൊണ്ടില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായി തന്നെ. എന്നാൽ അവൻ്റെ ശബ്ദം വിറച്ചിരുന്നു. കൃഷ്ണപ്രിയക്ക് കേട്ട വാക്കുകൾ വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്നു. ഏട്ടൻ്റെ മനസ്സിൽ വേറെ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അവളെ ഉപേക്ഷിക്കാൻ ആൾക്ക് കഴിയില്ല പോലും. അതിനേക്കാൾ ഉപരി അവളെ ഞെട്ടിച്ചത് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അപ്പോൾ താൻ എല്ലാവരുടെയും മുന്നിൽ കഥ അറിയാതെ ആട്ടമാടി. ഈശ്വരൻ വീണ്ടും എന്നെ പരീക്ഷിച്ചു. നിരഞ്ജൻ പറഞ്ഞു കാത്തിരിക്കുന്നു തന്നെ അയാൾക്ക് ഒരിക്കലും സ്നേഹിക്കുവാൻ കഴിയൂലെന്ന്. താൻ ഒഴിവാകണം എന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ താൻ വീണ്ടും ഈ ഭൂമിയിൽ ഏക ആകുകയാണ്. ആരോരും ഇല്ലാത്തവൾ ആയി മാറുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല. ചങ്ക് പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ താൻ കരയില്ല എന്ന് അവൾ ഉറപ്പിച്ചു. കാരണം ഈശ്വരൻ്റെ മുന്നിൽ ഇനി തോട്ടുകൊടുക്കുന്നില്ല. കുറേ കാലങ്ങൾ ആയില്ലേ തൻ്റെ കണ്ണീര് കാണാൻ തുടങ്ങിയിട്ട്. മതിയായില്ലെങ്കിൽ വേണ്ട, എന്നാലും ശരി, ഇനി ഈ പാവം പ്രിയ കരയില്ല. അവൾ അടിവരയിട്ട് കൊണ്ട് തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കലിന് കാരണം. വന്നപ്പോൾ മുതൽക്കേ താൻ ചിന്തിച്ചു കൂട്ടിയതിൻ്റെ ഉത്തരം ഇതാണ് എന്നവൾക്ക് മനസ്സിലായി. പിന്നീട് വീടെത്തുന്നത് വരെ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. പ്രിയ ഒന്ന് പൊട്ടിക്കറിയും എന്നാണ് അവൻ കരുതിയത്. പക്ഷേ തൻ്റെ സമീപത്തായി ഒരക്ഷരം പോലും ഊരിയിടാതിരിക്കുന്നവളെ കണ്ടതും അവനും വല്ലാത്ത നൊമ്പരം തോന്നി. ഭാഗ്യദോഷിയായി ജനിച്ചാൽ ഇങ്ങനെ ഇരിക്കുംടേ, യോഗം വേണം. മീര പലപ്പോഴും പറയുന്ന വാക്കുകൾ അവൾ ഓർത്തു. ഒരു നെടുവീർപ്പോടു കൂടി അവൾ വെളിയിലെ കാഴ്ചകൾ നോക്കിയിരുന്നു. പലരും പ്രിയയെ കാണുവാൻ വേണ്ടി കോവിലകത്ത് വന്നിരുന്നു. എല്ലാവരോടും അവൾ അവളെയും ഒരൊക്കെയും ഒരുപാട് സ്നേഹപൂർവ്വം സംസാരിച്ചു. അരുന്ധതിക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ അവളെ ചേർത്ത് പിടിച്ചു. പ്രിയയും വിട്ടുകൊടുത്തില്ല. എല്ലാവരുടെയും മുമ്പിൽ അവളും അഭിനയിച്ചു. വളരെ നല്ലൊരു മരുമകൾ ആയി തന്നെ. പക്ഷേ കൃഷ്ണപ്രിയ ഒരു തീരുമാനമെടുത്തിരുന്നു. അത് അവളുടെ ആത്മാവതിൽ അലയടിച്ചു കൊണ്ടേയിരുന്നു. നിരഞ്ജൻ പല തവണയും അവളെ നോക്കുവാനോ സംസാരിക്കുവാനോ ശ്രമിച്ചപ്പോൾ അവൾ ഒഴിഞ്ഞുമാറി. ക്ഷമാപണം നടത്തുന്നത് കേൾക്കാൻ അവൾക്ക് താല്പര്യം ഇല്ലായിരുന്നു. ഇടയ്ക്കവർ രണ്ടുപേരും ദേവികയും കുട്ടിപ്പട്ടങ്ങളും ഒക്കെയായി പുറത്തേക്ക് പോയി. ദേവിക രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഒരുപാട് ഫോട്ടോസ് എടുത്തിരുന്നു. അവളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒക്കെ അവൻ്റെ നെഞ്ചെടുപ്പ് കൂടി വന്നു. പക്ഷേ പ്രിയക്ക് ആണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അങ്ങനെ 4-ാം ദിവസം വിരുന്നിന് പോകാനുള്ള ഒരുക്കത്തിൽ ആണ് പ്രിയ. നിരഞ്ജൻ അരുന്ധതിയോട് അവന് പ്രിയയുടെ വീട്ടിലേക്ക് പോകുവാൻ താല്പര്യം ഇല്ലെന്ന് പറയുന്നത് അവൾ കേട്ടു. പക്ഷേ അരുന്ധതിയും ഭാമയും അവനെ വഴക്കു പറഞ്ഞു. ഒടുവിൽ അവനും പോകുവാൻ സമ്മതം മൂളി. അങ്ങനെ ഉച്ചയോടുകൂടി അവർ രണ്ടുപേരും പോകുവാൻ തയ്യാറായി വന്നു. ഇതെന്താ മോളെ, ഗോൾഡൊന്നും ഇടാതെ ആണോ പോകുന്നത്? എൻ്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളതാണ് എന്താണ് എന്ന് വെച്ചാൽ എടുത്തിടുന്നേ, അല്ലെങ്കിൽ ആളുകളൊക്കെ ഈ കുടുംബത്തെ കുറ്റപ്പെടുത്തും കേട്ടോ. അരുന്ധതി അവളെ സ്നേഹപൂർവ്വം ശാസിച്ചു. അപ്പോഴാണ് ഭാമയും ശ്രദ്ധിച്ചത്. പ്രിയ താലിമാലയും പിന്നെ അവൾക്ക് ദേവൻ വാങ്ങിക്കൊടുത്ത വളകൾ മാത്രമാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. ഏട്ടത്തി പറഞ്ഞത് സത്യമാണല്ലോ, മോൾക്ക് എന്തേ ഒന്നും വേണ്ടാത്തത്? ഭാമ പറഞ്ഞതും പെട്ടെന്ന് തന്നെ അരുന്ധതി അകത്തേക്ക് പോയി ഒരു ആമാടപ്പെട്ടി എടുത്തുകൊണ്ട് വന്നു. മോളെ, ഇതിൽ നിന്ന് പാലക്കാമാലയോ മരതകമാലയോ കാശുമാലയോ എന്താണ് ഇഷ്ടമെന്ന് എടുത്തേ. ഒന്നും വേണ്ട അമ്മ, ഒരുപാട് യാത്ര ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ടൊന്നും വേണ്ട. മാത്രമല്ല എനിക്കിതൊന്നും വിട്ട് ശീലവും ഇല്ല. പ്രിയ അതെല്ലാം അപ്പോൾ തന്നെ അരുന്ധതിയെ തിരികെ ഏൽപ്പിച്ചു. ആമയും അരുന്ധതിയും ഏറെ നിർബന്ധിച്ചെങ്കിലും പ്രിയ ഒഴിഞ്ഞു മാറി. എന്നാൽ ഇറങ്ങിക്കോ കുട്ടികളെ, നേരം വൈകിണ്ടട്ടോ, മുത്തശ്ശി പറഞ്ഞു. അവർ രണ്ടുപേരും എല്ലാവരുടെയും കാൽ തൊട്ട് വന്ദിച്ചു. അനുഗ്രഹം ഒക്കെ മേടിച്ചു. അങ്ങനെ പ്രിയ നിരഞ്ജൻ്റെ ഒപ്പം യാത്ര തിരിച്ചു. തനിക്ക് പറയാനുള്ളതെല്ലാം ഏട്ടനോട് പറയാം, ഇനിയൊരു മുഖവരയിട്ട് ആവശ്യം ഇല്ല എന്ന് അവൾക്ക് തോന്നി. ഏട്ടാ, പ്രിയ വിളിച്ചപ്പോൾ അവൻ്റെ മുഖം തിരിച്ചു. അവളെ നോക്കി തിരിച്ചു. ഏട്ടൻ്റെ കൂടെ ഞാൻ വരില്ല കേട്ടോ. ഏട്ടനെ മാത്രം സ്വപ്നം കണ്ട് കഴിയണ ഏട്ടൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഏട്ടന് ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ സ്വീകരിച്ച് ഏട്ടൻ സന്തോഷത്തോടെ കഴിയണം. കൃഷ്ണപ്രിയ ആർക്കും ഒരിക്കലും ഒരു തടസ്സമാകില്ല. ഒരിക്കലും കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞ് പ്രിയ മെല്ലെ നിരഞ്ജനോട് പറഞ്ഞു.